സംവാദം വിവാദമായതോടെ സുരേഷ് ഗോപി SG കോഫി ടൈംസ് എന്ന പരിപാടിയുമായി വീണ്ടും തന്റെ പ്രജകളെ കാണാനെത്തുകയാണ്. സംഗതി BJPക്കുള്ളിൽ തന്നെ കലിംഗ് സംവാദം വലിയ വിമർശനങ്ങൾക്ക് തിരികൊളുത്തിയെന്നാണ് അറിഞ്ഞത്. അതിന്റെ ക്ഷീണം മാറാനായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ മറ്റൊരു പരിപാടി പൊടി തട്ടിയെടുത്ത് സുരേഷ് ജി വീണ്ടും എത്തുന്നത്. അങ്ങ് ബോളിവുഡിൽ കോഫി വിത്തുകാരനാണെങ്കിൽ ഇങ്ങ് SG കോഫി ടൈംസ് ആണെന്ന് മാത്രം. അവിടെ ബോളിവുഡ് താരങ്ങൾക്കിടയിലെ പരദൂഷണം പറച്ചിലാണ് മെയിനെങ്കിൽ ഇവിടെ എന്താണാവോ? കോട്ടയത്ത് നടന്ന കലിംഗ് സംവാദത്തിൽ കേന്ദ്രമന്ത്രിയുടെ കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ചയാളെ BJP പ്രവർത്തകർ പിടിച്ചു മാറ്റിയ സംഭവം ഓർമ്മയില്ലേ? തൃശ്ശൂരിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വയോധികന്റെ പരാതി സ്വീകരിക്കാതിരിക്കുകയും അതൊന്നും MP-യുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന ആവശ്യവുമായി എത്തിയ വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന് ആയിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റില്ലെന്ന് അവർ അറിയിച്ചപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപി അപ്പോൾ മറുപടി പറഞ്ഞത്. കേന്ദ്ര സഹമന്ത്രി വരന്തരപ്പിള്ളിയിൽ നടത്തിയ കലിംഗ് സംവാദത്തിൽ പങ്കെടുത്ത ആ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ 4 BJP പ്രവർത്തകരും കുടുംബാംഗങ്ങളുമാണ് BJP അംഗത്വം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നത്. കലിംഗ് സംവാദത്തിനിടെ സുരേഷ് ഗോപി അപമാനിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കൂട്ടരാജി. മന്ത്രിയുടെ പ്രജകളാവാൻ അണികൾക്ക് താല്പര്യമില്ലെന്ന് ജി. എന്തായാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ കലിംഗ് പരിപാടി സമ്പൂർണ്ണ പരാജയമായതോടെ അത് നിർത്തലാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു നല്ല തീരുമാനമായി കാണാം. കലിംഗിൽ തട്ടി വീഴുന്നതിലും നല്ലതല്ലേ പഴയ പരിപാടി റീലോഞ്ച് ചെയ്യുന്നതെന്ന് ജി കരുതി കാണും.